നുസ്രത് ജഹാൻ, ഇവിടെ അഫ്രീദിയുടെ നിലപാട് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അഫ്രീദിയെ ക്ഷണിക്കുമ്പോൾ ഭാരത പൗരന്മാർ എന്നുള്ള രീതിയിൽ അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയും ഉണ്ടായിരുന്നു. അതിനുശേഷം മലക്കം മറിയുന്ന കാഴ്ച വളരെ രസകരമായി തന്നെ നമ്മൾ കണ്ടതാണ്. അതിനടുത്തുള്ള ഹൗളിൽ വന്നു, തങ്ങൾ ക്ഷണിച്ചു, ഇങ്ങനെയൊക്കെ. പക്ഷേ ക്ഷണിക്കുമ്പോൾ പോലും നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ട ബോധം അവർക്ക് ഉണ്ടാകേണ്ടതല്ലേ? കാരണം ഭാരതം ഒരു വലിയ ഭീകരാക്രമണത്തെ ചെറുത്തു തോൽപ്പിച്ച് നിൽക്കുന്ന സാഹചര്യമാണ്. ഭാരതത്തിന് ഉള്ളിലുള്ള ശത്രുക്കളെ നമ്മൾ നിഷ്കാസനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഈ രീതിയിലുള്ള പ്രവൃത്തി മലയാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. ഇതിലൊരു ഗൂഢാലോചന സംശയിക്കത്തക്കതല്ല തന്നെയല്ലേ? ഇപ്പോ ഇവരൊക്കെ പറഞ്ഞു നിർത്തിയെടുത്തു തന്നെ തുടങ്ങാം. കാരണം രാഹുൽ പറഞ്ഞ കേട്ടു. ഇപ്പോ നമ്മൾ അവരെ ഒരു മനുഷ്യരല്ലേ, നമ്മളെല്ലാം ഇന്ത്യക്കാരല്ലേ. നമ്മളെല്ലാരും ഇന്ത്യക്കാരായതുകൊണ്ടാണ് നമ്മൾക്ക് ഇതിന്റെ പ്രയാസം. 26 ആൾക്കാരെ മതം നോക്കിയിട്ട് വെടിവെച്ച് കൊന്ന ഒരു ഇന്ത്യയില് നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ പല ഭടന്മാരെയും നമ്മൾക്ക് നഷ്ടപ്പെട്ടു. ഇന്ത്യന്റെ ഇതിനു പോലും ഇത്രയധികം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സമയത്ത് അവർക്ക് ഈ ബിടെക്, ഇവർ ബിടെക് പഠിച്ച അലൂമിനീസ് ആണെന്ന് പറയുന്നു. ഈ ബിടെക് പഠിച്ചപ്പോ അവരെ തലയിൽ എന്താ മണ്ണായിരുന്നോ? ആ പാവങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളതാ. ഇതെല്ലാം പഠിച്ച് ഇവിടുന്ന് പോകുന്നത് ദുബായിൽ വലിയ നിലയിൽ ജോലി ചെയ്ത് അവിടെ നിൽക്കുമ്പോ അവർക്ക് മനസ്സിലാവൂലേ ഈ ഷഹീദ് അഫ്രീദി എന്ന് പറഞ്ഞ ആള് എന്നും ഒരു ഇസ്ലാമിക് ഭീകരവാദം മുഴക്കിയിട്ടുള്ള ആളാണ്. ക്രിക്കറ്റിൽ അയാൾ വേൾഡ് ഐക്കണാണ്. നമ്മൾക്കും അയാളെ ഇഷ്ടം. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ കളിക്കാരനെയും കലാകാരനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരെന്നെ എല്ലാരും. ആർക്കും അതിലൊരു എതിർപ്പുമില്ല. പക്ഷെ ഇയാളുടെ വാക്കുകള് ഇപ്പൊ യുദ്ധത്തിൽ പോലും അതൊന്നും വായിക്കാത്തവരാണോ ഈ ബിടെക് ഒക്കെ പഠിച്ച് എന്തായി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കുന്നത്? എനിക്ക് ഒന്നും കൂടി ഓർമ്മപ്പെടുത്താനുള്ള ശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര. ഇതാണ് ഒരു മഹാപുരുഷനോട് ഭാരതത്തിനെ പറ്റി ചോദിച്ചിട്ടുള്ളപ്പോ പറഞ്ഞേ. ഗുരുക്കന്മാരെ, ഗുരു ശിഷ്യ ബന്ധത്തിന് ഏറ്റവും അധികം മൂല്യം കൽപ്പിക്കുന്ന ഗുരു ശിഷ്യ ബന്ധം. അവൻ ഗുരുവാണ് മുമ്പില് ദൈവം. ദൈവത്തിന് അവൻ ശ്രമിക്കുന്നത് വരെ ഗുരുവാണ് അവന്റെ മുമ്പിലെ ദൈവം. ഇത് പഠിപ്പിച്ച പരമ്പര അത് ഭഗവാനിൽ തുടങ്ങി ശങ്കരാചാര്യയിൽ പോന്ന് നമ്മുടെ ആചാര്യന്മാരിലൂടെ നമ്മൾ പറഞ്ഞു കേട്ട വിദ്യാഭ്യാസമുള്ള ഒരു രാജ്യത്തിന്റെ ഇന്ത്യ പകുതിയാക്കി തിരിച്ച് അവർ ഇസ്ലാമിക രാഷ്ട്രമായിട്ട് കൊണ്ടുപോയപ്പോ ഇന്ത്യന്റെ സംസ്കാരത്തിലൂടെ നിലനിൽക്കുന്നു. ഡെമോക്രസി എന്ന് വിളിക്കാൻ കാരണം ഡെമോക്രസി തന്നെയാണ്. സെക്യുലറിസം നമ്മുടെ ഡെമോക്രസി കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അന്ന് സെക്യുലറിസത്തിന്റെ ആവശ്യമില്ല. കാരണം ഇന്ത്യ എല്ലാരെയും സ്വീകരിച്ച ഒരു രാജ്യമാണ്. സനാതന ധർമ്മത്തിൽ, ഇന്ത്യൻ സംസ്കാരത്തിൽ നമുക്ക് ജാതി മതഭേദമില്ലാതെ ദൈവത്തിന്റെ ലോകോ സുഖിനോ ഭവന്തു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചർ ലോകത്ത് എവിടെയില്ല. ഇതൊരു സംസ്കാരമായിട്ടുള്ള ഒരു മതമായിട്ടുള്ള എല്ലാ അബ്രഹാമിക് റിലീജിയനിലും വന്നപ്പോ ഈ ഷഹീൻ അഫ്രീദി വരെ ഞാനും വായിക്കുന്ന ഖുർആനിലുള്ളതൊക്കെ പണ്ട് കാലത്ത് തൊട്ടിട്ടേ ഈ വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ രാജ്യത്തിന്റെ ഒരു മൂലഗ്രന്ഥമായ വേദത്തിലൂടെ വന്ന നമ്മൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായി. എത്രയും സയൻസിനാണ്, സയന്റിഫിക്കിനാണ്, എല്ലാത്തിനും പുണ്യം എന്ന് പറഞ്ഞിട്ട് ഇവർ പഠിച്ചത് എന്താ? ഇവരെയൊക്കെ പഠിപ്പിച്ച് വിടുന്നത് എന്താ? അതും നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവരാര് പഠിപ്പിച്ചു? കൊച്ചിൻ യൂണിവേഴ്സിറ്റിന്റെ പിന്നിലുള്ള കഥകൾ ഇപ്പൊ അടുത്ത ദിവസം കേൾക്കാനിടയായി. അതൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. സ്റ്റേറ്റ് ഗവൺമെന്റ് കണ്ടിട്ടില്ലെങ്കിലും കേന്ദ്രത്തിന് ഇതിന് പറ്റി നല്ല നിരീക്ഷണം വേണം. JNU പോലെയും ഒക്കെ ആയിരുന്നുള്ള ഒരു കോളേജ് ആണെന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. ഇതുവരെ നമ്മളൊന്നും അത് സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല. അവിടെ വാർത്ത് കൊണ്ടുവരുന്ന ജന്മങ്ങളെ മനസ്സിൽ ഇപ്പൊ രാഹുൽ ഹിന്ദുവാണ്, മനുഷ്യനാണ് ഒന്നും പറഞ്ഞിട്ട് എന്താണ് മുസ്ലിമാണ്, ക്രിസ്ത്യനാണ്, എല്ലാരും ഉണ്ട് ആ ടീമില്. പക്ഷെ അതില്ല. പക്ഷെ നമ്മൾ കാണണം, നമ്മളെ പ്രതിപക്ഷ നേതാവ് പോലും ഒരു ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ എനിക്കറിയില്ല. എന്തായാലും മുസ്ലിം അല്ലല്ലോ. അദ്ദേഹം പോലും എന്താ പറയണേ ഈ സിന്ദൂർ ഓപ്പറേഷനെ പറ്റിയിട്ട്. അതാണ് ശരിക്കും അതിനുള്ള ഉത്തരം കൊടുത്തത് ഇന്ത്യൻ ആർമിന്റെ ഹെഡ് കൊടുത്തു. ഞങ്ങളുടെ ഡ്യൂട്ടി ഈസ് ടു അച്ചീവ് ദ ഗോൾസ്, നോട്ട് ടു കൗണ്ട് ദ ഡെഡ് ബോഡീസ് ഡിയർ. അപ്പൊ ഇത്ര പോലും വിവരമില്ലാത്ത ഒരു സംസ്കാരത്തിലൂടെ
ഒരു പ്രതിപക്ഷ നേതാവ് പോലും പോകുമ്പോ നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ ഇത് ജാതിയല്ല, മതമല്ല, ഇത് ദേശീയത തന്നെയാണ്, ഈ ദേശീയതയ്ക്ക് ഒപ്പം നിൽക്കാണ്ടിരിക്കാൻ പറ്റൂല, ഇത് തെറ്റാ. പിന്നെ ഷഹീദ് അഫ്രീദി വിളിക്കാണ്ട് കയറി വന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾക്ക് ഇപ്പൊ അയാൾ പറയാതെ തന്നെ നമ്മൾ ആരും വിശ്വസിച്ചിരുന്നില്ല. കാരണം അയാൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു വേൾഡ് ഐക്കണല്ലേ, അയാൾ പോയിട്ട് ഓടി കയറി ഒരു സ്റ്റേജിൽ വരേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ആ വീഡിയോ കണ്ടതല്ലേ, ആ വീഡിയോയിൽ വന്ന് അവരുടെ പാസ്പോർട്ട് റദ്ദാക്കാനൊന്നും നമ്മളിപ്പോ വിളിച്ചു പറഞ്ഞുകൊണ്ടൊന്നും, അതിനൊക്കെ നിയമങ്ങളുണ്ട്. മോഹൻ വർഗീസ് സാറിന് എന്നെക്കാളും അധികം അത് പറഞ്ഞുതരാൻ പറ്റും. പെട്ടെന്ന് ഒരാളെ പാസ്പോർട്ട് അന്യദേശത്ത് ഇരിക്കണവരെ കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ വേദിയിലെത്തിയവരും ആ അഫ്രീദിനെ കണ്ടപ്പോണ്ടായ ആകാംക്ഷയും സന്തോഷവും എന്തായിരുന്നു? തലേ ദിവസം വരെ ഇന്ത്യക്കെതിരെ, ഇന്ത്യൻ പട്ടാളത്തിനെതിരെ വെല്ലുവിളിച്ച് ഒരുത്തനെ വിളിച്ചിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആരായാലും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, ഈ 31st മെനിഞ്ഞാന്ന് പോലും ഇന്ത്യന്റെ ബൗണ്ടറീസിൽ മോക്ക് ഡ്രിൽ നടന്നിട്ടുണ്ട്. എത്ര കോസ്റ്റാണ് ഇന്ത്യൻ ആർമി, ഇന്ത്യ ഗവൺമെന്റ് ചെലവാക്കുന്നത് എന്തിനു വേണ്ടി? ശത്രുക്കളെ തുരത്താ. ഇതൊക്കെ നമ്മൾ തിന്നേണ്ട പൈസയാണ് നമ്മളെ രാജ്യത്തെ. ഇവർക്ക് വേണ്ടി ചെലവാക്കുമ്പോ ഇത് മനസ്സിലാക്കാന് ബിടെക് ഒന്നും വേണ്ട, സ്കൂളിലൊന്നും പോണ്ട, ബുദ്ധി വേണം, ബുദ്ധി, അതാണ് വേണ്ടത്. അതെ.